Hey guys, what's up? ചൂണ്ടിടാൻ നമ്മൾ പക്ഷേ നടന്നില്ല. ഇച്ചിരി അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ എന്താണ് ഞാനല്ല വെള്ളത്തിലും പോയാൽ എത്താറായി. ഇവിടെ ഒരു ഷെഡ് ഇവിടെ പൊട്ടിപ്പോയടാ. ചാടങ്ങോട്ട് എല്ലാരെല്ലാം വെള്ളത്തിൽ ചാടി. വെള്ളത്തിൽ ആഴുണ്ടാടാ വെള്ളത്തിൽ കിടന്ന് ബഹളം അത് നീന്തില്ല അങ്ങോട്ട് പോകും. ഇപ്പുറ സൈഡിൽ നിന്ന് വീങ്ങോ പിടിക്കത് വെയിലാണ്ട ഫോണേ പിടിക്കാൻ പറ്റില്ല. ഒരേ രീതിയിലാണ് ഗായ്സ് വ്യൂ ഉണ്ടോ ഗായ്സ്. നമ്മളിൻ്റെ ഇവിടെയാണ് നിൽക്കണം ഇപ്പം. ഈ വരമ്പിലാണ് നിൽക്കണം. തെങ്ങ് ഇവന്മാർക്ക് എന്തോ ഇവിടെ കിട്ടിട്ടെന്ന് പറയണ നമുക്ക് നോക്കിട്ട് വരാം. നിധി നോക്കിട്ട് വരാം നമുക്ക്. ചാക്കൊക്കെ എടുത്ത് കളിക്കുന്ന ഗായ്സ്. എന്താ ഒരുത്തരം കൂടി ഉണ്ടായതല്ല അവനോട് അവൻ ചൂണ്ടികളെ കിട്ടില്ല ഫ്രെയിം ആട്ടോ. പൊളി സാധനമായിട്ട് പൊക്കിരുന്ന സാധനം കക്ക അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് വയറിലാകാം. അപ്പൊ ചീത്തൊക്കെ കാച്ചി വയറിലാവണോ കാർത്തിക്ക് തപ്പിയെടുത്താണ് കാക്കയെന്ന് പറഞ്ഞു. ഞങ്ങളോട്ട് ഇവിടെ ഭയങ്കര താഴ്ചയാണ്. താഴ്ചണ്ട് അത്ര ഉണ്ട് കേട്ടാ. ആ പൊങ്ങിപ്പോട് അപ്പൊ അതേ ഇതാരാണിപ്പൊ പറ്റിക്കണെന്ന് പറയില്ല ഗൈസ്. ഉപ്പന്മാരെ കുളിക്കട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള വിശ്വാസം നമുക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വരമ്പിനെ നടക്കാൻ. വെയിലാണ് ഗായ്സ്. വെയിലായതുകൊണ്ട് സീനാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്മാരെ അടുത്ത പരിപാടി എന്ത് പറിക്കാൻ പോകണം? തേങ്ങ പറിക്കാൻ പോകണം. കരിക്ക് പറിക്കാൻ പോകണം. കരിക്ക് പറിക്കാൻ പോകണം. മിക്കവാറും ഇവന്മാരോടൊപ്പം ഞാനും വെള്ളത്തിൽ വീഴും. അതാണ് സംഭവിക്കാൻ പോണത്. കരിക്ക് പറിച്ചിട്ടൊക്കെ വരാൻ കഴിച്ചു ഞങ്ങൾ. അവിടെ എത്തുമ്പോൾ കണ്ടത് കാണുന്ന തെങ്ങിന്നാണ് അമ്മമാര് തേങ്ങ പറിക്കാൻ പോണം. തേങ്ങയല്ല കരിക്ക്. വ്യൂ നോക്കി ഇവിടെ സൂര്യനുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യൂ കാണിക്കാൻ പറ്റില്ല. ഇവിടുത്തെ എൻ്റെ ബേക്കിൽ കിടന്ന് കറങ്ങി കളിക്കണേ കോപ്രായങ്ങൾ. ഇവന്മാരെ പരിപാടി കഴിയട്ടെ ഗൈസ്. ഇപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് ഭയങ്കര വെയിലാവണ്ടേ കണ്ണ് കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കരിക്ക് പറിക്കാൻ നോക്കണം അല്ലേ? എന്ത് ഉദ്ദേശിക്കണ്ട് ഇവന്മാര് ഗൈസ്. അങ്ങനെ ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ നിന്ന് നിൽക്കണേ മരത്തെ നിക്കറിലൊരു ചെമ്മീക്കിട്ട് അത് പിടിക്കും. ഇല്ല സന്തോഷം. കുറെ നേരം ഇവിടെ നിൽക്കണം അവന്മാര്. അപ്പോൾ കരിക്ക് പറിക്കാൻ പോയേക്കണേ. ബാക്ക് സൈഡാണ്. ഈ സൈഡായിട്ട് അടുപ്പം വ്യൂ എന്ന് പറഞ്ഞാൽ അടുപ്പം വ്യൂ. പക്ഷേ ഇതിവിടെ സൂര്യനുള്ളതുകൊണ്ട് നമുക്ക് വെട്ടം പ്രോബ്ലമാണ്. വ്യൂ ഉണ്ടോ ഗൈസ്? ചലഞ്ചൊക്കെ പറഞ്ഞത് ഏതാ അക്കരെ. ഓക്കെ അല്ലെ തിരിച്ചു തന്നോട്ടാ. തിരിച്ചു തന്നെ അതാ പോട്ടെ അടിക്ക് ഗൈസ്. ചലഞ്ചാണ് ഗൈസ്. അവന്മാര് ഇവിടെ നിന്ന് നീന്തി ലാ കാണുന്ന വരെ നീന്തിപ്പോയി 500 രൂപ. അതാ നിക്കാൻ പല. അപ്പൊ അത് ഞങ്ങൾ പോക്കണം. മലമ്പോട്ടടിക്കാൻ പല. മലമ്പോട്ടടി സിമ്പിളായിട്ട് അടിക്കാം. അപ്പൊ ചലഞ്ച് അവന്മാരെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങി. ഞാൻ അവന്മാരെ അവിടെ എത്തുക ഇല്ലേന്ന് നമുക്ക് നോക്കാം. അവിടെ എത്തി 500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് നീന്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നടക്കട്ടെ. അവന്മാരെ നീന്തി പോട്ടെ. വേറെത്തും കൂടി ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. അപ്പം പകുതിപ്പതിയുള്ള വിഷ്വൽസ് കാണില്ല. ഇവിടെ വീട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ
താഴ്ത്തിയത്. ഇതിനെക്കാട്ടും ഡേഞ്ചർ ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. ഇത് കണ്ടോ ഇങ്ങനെ ഇടിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് മണ്ണിടിഞ്ഞ്. ഇവിടെ നടന്നപ്പോൾ എന്താ പോയി കുളന്ന് നമ്മൾ വെള്ളത്തിൽ വീഴും. അത് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. അങ്ങനെ കുറേ ചലഞ്ച്. അങ്ങനെ ഇവന്മാര് തോറ്റിരിക്കുന്നു. ഇവന്മാര് തുഴഞ്ഞ് അവിടം വരെ എത്തില്ല. പകുതി പോലും ഇല്ല. ഇതിൽ അവിടെ നിന്ന് ആ തെങ്ങിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ കുറച്ചായപ്പോൾ തന്നെ ഒരുത്തന്നെ ഇവിടെ എത്തി. ബാക്കി രണ്ടുപേര് അവിടെ അപ്പുറം ഇപ്പുറം. 500 രൂപ പോയില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 1500 കൊടുക്കേണ്ടി വന്നേനെ. എല്ലാം കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ ചൂണ്ടിട്ടിട്ടുണ്ടെന്നവൻ ഇവിടെ എത്തി ഗൈസ്. ലാസ്റ്റ് അവന്മാർ കരയിൽ കൂടി നടക്കണം. അതെ വേറൊരുത്തൻ എന്താ എല്ലാം കരുത്. ഒരുത്തൻ മാത്രം ഇപ്പോഴും ഇത് നീന്തി വന്നുണ്ട്. ഇല്ലേ കണ്ട നീന്തി വന്നുണ്ട് അവിടെ. ബാക്കി എല്ലാവരും നടന്നു കയറി കഥച്ചൊന്നും തോന്നണം. ഓ സീനറി വ്യൂ നോക്കൂ ഗൈസ്. അതിമനോഹരമായ സ്ഥലം. ഓടിക്കോ. ഒരുത്തൻ എൻ്റെ ബ്ലോഗിൽ അവൻ്റെ അമ്മയൊക്കെ കാണുമെന്ന് വിചാരിച്ച് എൻ്റെ ഇത് ബ്ലോഗിൽ വരാണ്ട് ഓടിപ്പോണു. മഴക്കാറുണ്ട്. അവിടെ സൂര്യനുണ്ട്. അവിടെയാണ് നമ്മൾ ചൂണ്ടിടാൻ പോയത്. അവിടെ നിങ്ങളുടെ പോകുന്നു. അങ്ങനെ മനോഹരമായ നിമിഷങ്ങൾ കഴിഞ്ഞ് വെയിലടിച്ചിട്ട് എൻ്റെ ഫേസ് മുടിയൊക്കെ ഇങ്ങനെ കൊളുവായിരിക്കണേ. എന്തോ ജീവിതത്തിനറിയാം. അങ്ങനെ അടുത്തത് ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ നീന്തലാണവൻ ഇവിടെ വരെ. ഇവൻ നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല. കാര്യം ഇവൻ കള്ളക്കളി കാണിച്ചു. ബാക്കി രണ്ടുപേരും ഇവിടെ ഡ്രസ്സ് മാറി ഇപ്പോഴേ കഴിഞ്ഞു. തിരിച്ചിവിടെ എത്തിയിരിക്കണേനും. പക്ഷേ നമ്മൾ പറഞ്ഞത് ഇവിടെ നടന്നു പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കരിക്ക് പറിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പോയി. പക്ഷെ ഒരു കരിക്ക് പോലും പറിച്ചില്ല കൈസ്. അതായത് അവിടെ എത്തിയപ്പോൾ മറന്നുപോയി. അങ്ങനെ വായും പൊളിച്ചിരിക്കണൊക്കെയാണ് മറന്നുപോയിട്ടുണ്ട്. ഇത്രയുള്ള ഗായ്സ് ഇന്നത്തെ വീഡിയോ. ബൈ. സൂര്യൻ മറിഞ്ഞപ്പോഴുള്ള വിശ്വസിച്ച്